ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് മൊത്തം പുതിയ ആളുകൾക്ക് വിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വളരെ വലിയൊരു സങ്കട വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം മാഗ്നം കൺസോർഷ്യത്തിന്റെ കീഴിൽ കരോലിസ് കിങ്കിസ് ആണ് അഡ്രിയാൻ ലൂണയും നോവ സൊദയും പോലെയുള്ള പ്ലേയേഴ്സിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ പ്ലേയേഴ്സ് എല്ലാം ബ്ലാസ്റ്റേഴ്സിന് വിട്ടുപോകാനാണ് സാധ്യത. കാരണം പുതുതായിട്ട് വരുന്ന മാനേജ്മെന്റ് ഇതിനകത്ത് നിന്ന് എത്ര പേരെ നിലനിർത്തും എന്നുള്ള കാര്യം വളരെ വലിയൊരു കൺഫ്യൂഷൻ ആണ്. മാർക്കസ് മൊറഗുലയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടാൻ പോവുകയാണ്. കംപ്ലീറ്റ് റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും ടീമിന് നടക്കാൻ പോവുക. മാഗ്നം നേരത്തെ പറഞ്ഞിരുന്നത് ഹോം ഗ്രൗണ്ട് പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അടുത്ത സീസണിൽ മുന്നോട്ട് പോകുന്നതെന്നാണ്. എന്നാലും മാഗ്നത്തിന്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഫോറിൻ പ്ലേയേഴ്സ് വരും. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായിട്ട് ഭയങ്കര വൈകാരികമായിട്ട് അടുത്ത പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കടുത്ത തിരിച്ചടിയാണ്. പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുമ്പം ടീമിന് മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പോകുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തിരിച്ചടി തന്നെയാണ്. പിന്നെ അധികമായിരിക്കും പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക. ബാക്കിയെല്ലാം പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. ഏറെക്കുറെ ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു എന്ന് കരുതുന്നെങ്കിൽ പോലും ഒരുപാട് നല്ല താരങ്ങൾ അല്ലെങ്കിൽ ആരാധകരായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള താരങ്ങൾ പോവാണ്. ഓപ്പറേഷൻസ് ലേറ്റ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമെന്ന് മാർക്കസ് റിപ്പോർട്ട് ചെയ്തു.